നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് അത് നൽകുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനികളോട് പറഞ്ഞിരിക്കുന്നു, ഇസ്രയേലിനെതിരായിട്ടുള്ള മറ്റൊരാക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. ടെഹ്റാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞ ആ നിമിഷം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന ഒരു ഭീഷണി തന്നെയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജെറുസലേം പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രയേലും അടക്കം നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ഈ വിവരത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ സൂചനകൾ തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറാനിയൻ എണ്ണപ്പാടങ്ങളെ കത്തിക്കാൻ തീ വിഴുങ്ങുന്ന തരത്തിലേക്ക് ടെഹ്റാനെ മാറ്റാനായി മരണമണി മുഴക്കിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി രംഗത്ത് വരുന്നു. ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു മൂന്നാമത്തെ ആക്രമണം, ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രകോപനം, അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന വ്യക്തമായ സൂചന ഇതിലൂടെ നെതന്യാഹു നൽകുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തച്ചു തകർക്കാൻ തങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ചൊവ്വാഴ്ച അദ്ദേഹം വ്യക്തമാക്കിയ ഈ കാര്യത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ടെഹ്റാൻ നടത്തിക്കഴിഞ്ഞാൽ, ടെഹ്റാൻ അങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയാൽ, ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ IDF നടത്തുന്ന നരനായാട്ടെന്തെന്നുള്ളത് ലോകം വീക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൂചനയും. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയ ഈ രണ്ടാമത്തെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വീഡിയോയിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള ലോകത്തെമ്പാടുമുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷാ വീഡിയോയിൽ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ഇസ്രയേലിനെതിരായ മറ്റൊരാക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. നെതന്യാഹു ഇറാൻ ജനതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷാ സന്ദേശത്തിലൂടെ ഇങ്ങനെ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കെന്ന് ഇതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒക്ടോബറിൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലോ അതിന്റെ ആണവ ഫാക്കൽറ്റികളിലോ ഇടിച്ച് സ്ഥിതിഗതികൾ വഷളാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രയേലിന് മേൽ ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നു. അതിന്റെ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഒരു നിയന്ത്രിത, കാലിബ്രേറ്റഡ്, ആക്യുറേറ്റ്, പ്രിസൈസ് ആക്രമണം വന്ന് നടത്തിയത്. ഇനി ഒരു പക്ഷേ അതിന്റെ ആവശ്യമൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. കാരണം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റാകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയുള്ള നടപടിയെ ഒന്നും തന്നെ എതിർക്കില്ല എന്ന് കരുതുന്നു. കാരണം അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: ആദ്യം ആക്രമിക്കേണ്ടത് എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളുമാണ്. ഇറാനെ തച്ചു തകർക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും പൂർണ്ണ പിന്തുണ ട്രംപ് നൽകുമെന്ന കാര്യത്തിൽ പരിപൂർണമായ വിശ്വാസം ഇന്ന് ഇസ്രയേലിനുണ്ട്. ട്രംപ് അത് നൽകി കഴിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. മനസ്സിൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമിക്കാനായിരിക്കും ട്രംപ് ആഹ്വാനം ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം നെതന്യാഹുവുമായി ഇതിനോടകം 3 വട്ടമാണ് ട്രംപ് സംസാരിച്ചിരിക്കുന്നത്. ഈ കുറഞ്ഞ ആഴ്ചകൾക്കിടയിൽ, കുറച്ചാഴ്ചകൾക്ക് മുൻപ് തന്നെ ഇറാനിലെ ജനങ്ങളോട് നേരിട്ടാണ് താൻ സംവദിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ, ഇറാനിലെ തന്നെ ആളുകൾ ആ വീഡിയോ അത് കണ്ടിരുന്നു. അവർ അത് കണ്ടതിന് ശേഷം ഒട്ടനവധി ആളുകൾ, ഇറാനികൾ പ്രത്യേകിച്ചും ഇസ്രയേലിലേക്ക് എത്തിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരിക്കൽ കൂടി ഇറാനിലെ ജനങ്ങളോട് സംസാരിക്കാനായി താൻ ഈ അവസരം വിനിയോഗിക്കുന്നുവെന്നാണ് നെതന്യാഹു പറയുന്നത്. ഒക്ടോബറിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാന് $2.3 ബില്യൺ ചെലവായി എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇത് നിങ്ങളുടെ കൂടുതൽ ബില്യൺ കണക്കിന് ഡോളർ കൊള്ളയടിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു അധിക ആക്രമണം അത് ഇസ്രയേൽ ഉറപ്പായും നടത്തുമെന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കരുത്. ഇസ്രയേലിന് നേരെ തൊടുത്ത 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ വില എന്ന് പറയുന്നത് $2.3 ബില്യൺ ആണെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരാക്രമണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മുച്ചൂട് മുടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാൻ വീണ്ടും അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന് കാര്യമായ സാമ്പത്തിക നാശമുണ്ടാക്കാൻ ഇസ്രയേലിന് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. സാമ്പത്തിക നഷ്ടമെന്ന് പറയുമ്പോൾ അത് എണ്ണപ്പാടങ്ങളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്, ആണവ കേന്ദ്രങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ മാസം ഇറാന്റെ വ്യോമ പ്രതിരോധ ബാറ്ററികളിലും നിർണായകമായ ഊർജ്ജ സൗകര്യങ്ങളിലുമൊക്കെ ആക്രമണം നടത്തുമെന്ന ഭീഷണി ഉയർന്നിരുന്നു. പക്ഷേ അവയൊക്കെ തന്നെ സംരക്ഷിച്ചു പോരുന്ന സൈനിക സൈറ്റുകളിൽ വ്യോമാക്രമണം നടത്തിയായിരുന്നു ഇസ്രയേൽ പിൻവാങ്ങിയത്. ശേഷം ഇസ്രയേലിനെ പിന്നെയും ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണി, അതിന് തന്നെയാണ് ഇപ്പോഴൊരു മറുപടി ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബറിലുണ്ടായ ആക്രമണം ഇസ്രയേലിന് നേരിയ തോതിൽ നാശം വിതച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നെതന്യാഹു തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇറാൻ ഉണ്ടാകുന്ന പ്രഹരം, ഇറാനുമേൽ ചെലുത്താൻ പോകുന്ന ആ ശക്തി അത് വളരെ വലുതായിരിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഖമേനി ഭരണകൂടത്തിന്റെ ക്രൂരത അത് തുറന്നു കാട്ടുകയും ലോകത്ത് നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിക്കുന്ന ഒരു ഘടകമായി ഖമേനി മാറുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടേതാകേണ്ട, നിങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ് അവൻ തട്ടിയെടുത്തിരിക്കുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് പകരം വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യ സംരക്ഷണവും ഇതിനൊക്കെയായി ഈ പണം ഭരണകൂടം ചിലവഴിച്ചു കഴിഞ്ഞാൽ
ഇറാനികളുടെ മൊത്തം ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിന് പകരമായി യുദ്ധത്തിനാണ് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് വളരെ നന്നായി തനിക്കറിയാമെന്ന് നെതന്യാഹു പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഇറാനെ കണ്ണു തുറന്നു തന്നെയാണ് തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിനെതിരായിട്ടുള്ള ഇറാനിയൻ ആക്രമണം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സ്വത്ത് വകകളെ തന്നെയാണ് കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രയേലിനി ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും ഈ അവസരത്തിൽ എടുത്തു പറയാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യുദ്ധം ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്കും ഈ യുദ്ധത്തിന്റെ ആവശ്യകതയില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രയേൽ ജനത ഈ യുദ്ധം ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ ഗുരുതരമായ അപകടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട്, ടെഹ്റാനിലെ സ്വേച്ഛാധിപതികൾ. അതത്രയേ ഉള്ളൂ. ഇസ്രയേലിനെതിരായിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അവസാന ആക്രമണമായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുമെന്നുകൂടി അദ്ദേഹം പറയുന്നു. ഗാസയിലെ ബാക്കിയുള്ള 100ഓളം വരുന്ന ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കരാറിന്റെ പ്രാധാന്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. ഇറാന്റെ ഈ അപകടത്തെക്കുറിച്ച്, ഇറാൻ കാലെടുത്ത് വയ്ക്കുന്ന വലിയൊരു ആപത്തിനെക്കുറിച്ച് ഇസ്രയേൽ അങ്ങനെ ഇറാനിയൻ ജനതയുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നതിന് പകരം അവ കൃത്യമായി നിക്ഷേപിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെ സൗന്ദര്യപൂർണ്ണമായിരിക്കുമെന്നുള്ളത് സങ്കല്പിച്ച് നോക്കുക. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം കിട്ടും, നിങ്ങൾക്ക് മനോഹരമായ റോഡുകൾ ഉണ്ടാകും, വിപുലമായ ആശുപത്രികൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും, ശുദ്ധജലം ലഭിക്കും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ഡെസ്റ്റിനേഷൻ സംവിധാനമാണ് ഇസ്രയേലിനുള്ളത്. തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ ജല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നെ ഞങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ചങ്കൂറ്റമുണ്ട്. അതിൽ ഞങ്ങൾക്കൊക്കെ തന്നെ സന്തോഷവുമുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ അതിനൊക്കെ തന്നെ വിലങ്ങുതടിയായി നിൽക്കുന്ന സ്വേച്ഛാധിപതികളെ നിങ്ങൾ തന്നെ പുറത്താക്കുക എന്നുള്ളൊരു ആഹ്വാനം കൂടി തന്നെയാണ് നെതന്യാഹു ഇതിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.